ചൂണ്ടയുടെ ചൂണ്ടയിടാൻ പോവാണ്. ചൂണ്ടയും മീനിന് വേണ്ട ഫീഡൊക്കെ എടുത്ത് ജോൽസും ജോൽസും ഒക്കെ റെഡിയായി നിൽക്കണം കേട്ടോ. അപ്പോൾ ജോൽസിന് സാധാരണ നമ്മുടെ ഒരു ചൂണ്ടയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ജസലിന് അവൻ ഓൺലൈനിൽ നിന്ന് വരുത്തിച്ച ചൂണ്ടയാണ്. അപ്പോൾ രണ്ടുപേരും വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്. നമ്മൾ ചൂണ്ടയിടാനുള്ള സ്പോട്ടിലെത്തി കേട്ടോ. അപ്പോൾ ചൂണ്ടയെല്ലാം സെറ്റ് ചെയ്തിട്ട് ചൂണ്ടയിടാൻ വേണ്ടി നിൽക്കുവാണേ. ജസലിൻ്റെ കാര്യം പിന്നെ പറയേ വേണ്ടല്ലോ. ജസൽ ഇതിന് എക്സ്പെർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജസലിനെ തോപ്പിച്ച സന്തോഷത്തിലാണ് ജോൽസിന. അപ്പം ജസലിന് ചൂണ്ടയിൽ 1-2 തവണ മീൻ കുടുങ്ങിയിരുന്നെങ്കിലും അത് വഴുതിപ്പോയി കേട്ടോ. ഇടയ്ക്ക് ഞങ്ങൾ അടുത്ത പറമ്പിലൊക്കെ ഒന്ന് ചുറ്റിക്കിറങ്ങി കേട്ടോ. വല്ല തോടും നമ്മൾക്ക് കിട്ടുവാണെങ്കിൽ ചൂണ്ടയിടാലാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അങ്ങ് പടിഞ്ഞാറ് സൈഡിലൊരു മന പോലത്തെ വീട് കേട്ടോ. ഏകദേശം കാണുമ്പോൾ ഒരു അമ്പലമാണെന്ന് തോന്നും കേട്ടോ. നല്ല ലോങ്ങിൽ കാണാൻ നല്ല എടുപ്പാണ്. അപ്പോൾ ജോൽസിന് അതിൻ്റെ അരികിലുള്ള ചെറിയൊരു തോട്ടിൽ ജസ്റ്റ് ഒന്ന് ചൂണ്ടയിട്ട് നോക്കുവാണ് കേട്ടോ. വീണ്ടും ഞങ്ങൾ ചൂണ്ടയിടുന്നതിൽ ശ്രദ്ധിച്ചു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മീനെ കിട്ടുന്നുണ്ടായിരുന്നേ. നമ്മൾ ചൂണ്ടയിടുന്നതിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് കായൽ കേട്ടോ. ആദ്യം ഞങ്ങൾ കായലിലാണ് പോയി നോക്കിയത്. പക്ഷെ നമുക്ക് മീനൊന്നും കിട്ടിയില്ല. കായലിൻ്റെ തീരത്തായിട്ട് ഒരു ചെറിമരം നിപ്പുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ശരിക്ക എന്നാണ് പറയുന്നത്. കുഞ്ഞുനാളെ ഒരുപാട് പറിച്ച് തിന്നിട്ടുണ്ട് കേട്ടോ. ആ ഓർമ്മയ്ക്ക് ഞാൻ ഓടിച്ചൊന്ന് നോക്കി. അപ്പം മോളേലും മുമ്പ് ഞാനാണ് ഓടിച്ചൊന്ന് നോക്കിയത്. അപ്പോൾ നോക്കിയപ്പോഴത്തേക്കും അതിൽ പൂക്കളൊക്കെ വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. കായ അവിടെ ഇവിടെയായിട്ടൊക്കെ 1-2 കാകളും ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് തിന്നാൻ പറ്റത്തില്ല. നല്ല കരിമ്പച്ച കായായിരുന്നു കേട്ടോ. നമ്മൾ വീണ്ടും നമ്മുടെ സ്പോട്ടിലേക്ക് തിരിച്ചു പോന്നു കേട്ടോ. ജസലാണെങ്കിൽ ചൂണ്ടയിട്ടിട്ട് നല്ല കട്ട വെയിറ്റിങ്ങിലാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ അവനൊരു കരികണ്ണി അടിച്ചു. നല്ല സൈസ് കരികണ്ണിയാണ് കേട്ടോ. അത്യാവശ്യം അവൻ്റെ കൈപ്പത്തിനേക്കാൾ വലിപ്പമുള്ള നല്ല കരികണ്ണിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിപ്പമുള്ള ഒരു കരികണ്ണിയാണ് കാണുന്നത്. നല്ല വലിയ കരികണ്ണിയാണ്. നമ്മൾ ഏകദേശം ഒരു 11:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ. ഇപ്പോൾ ഏകദേശം 3:30 ആകാറായി. അപ്പം നമ്മൾ ഉച്ചഭക്ഷണം പോലും കഴിക്കാതെ നിൽക്കുകയാണ് കേട്ടോ. നമുക്ക് ഓരോ തവണയും നമ്മൾ ഈ ചൂണ്ടയോടുകൂടി നിർത്താമെന്ന് പറയുമെങ്കിലും മീനിൻ്റെ ഒരു അനക്കം കാണുമ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും വീണ്ടും ഇടുവാണ് കേട്ടോ. ജോൽസിനെയൊക്കെ വലിയ ത്രില്ലിലാണ് കേട്ടോ. ഈ ജോൽസിൻ്റെയൊക്കെ ഇത് കാണുമ്പോഴേ ഞാൻ എൻ്റെ കുട്ടിക്കാലം ഓർക്കും കേട്ടോ. അപ്പം ഞങ്ങളാണെങ്കിൽ ഇങ്ങനെ പച്ച ഓല എടുത്തിട്ട് ഇങ്ങനെ മെടഞ്ഞ് ചെറിയൊരു റൗണ്ടിലാക്കിയിട്ട്, ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ പടങ്ങെന്നാണ് പറയുന്നത് കേട്ടോ. നമ്മൾ ഇലയൊക്കെ നിറച്ച് ഇലയും കമ്പും കോലൊക്കെ നിറച്ച് വെച്ചിട്ട് ഇത് വെള്ളത്തിലോട്ട് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ കുറച്ച് മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും പൊക്കി എടുക്കുമ്പോൾ അതിൽ മീനുണ്ടാവും. ജസലും ജോൽസും കൂടെ ഇരയിട്ട് കട്ട വെയിറ്റിങ്ങിലാണ് കേട്ടോ. ഇപ്പം മീനടിക്കും എന്നും പറഞ്ഞ് നോക്കിയിരുന്നിട്ട് കുറച്ച് നേരമായിട്ട് നമുക്ക് മീനൊന്നും അടിക്കുന്ന ലക്ഷണം കാണുന്നില്ല. അപ്പോൾ ജോൽസുവിന് പെട്ടെന്ന് തന്നെ ഒരു മീൻ കിട്ടി കേട്ടോ. എടാ ജസൽ ഓടിവാടെ, ഇതിനൊന്ന് റിലീസ് ചെയ്തതാന്ന് പറഞ്ഞിട്ട് ജോൽസ് ഉറക്കെ വിളിച്ച് പറഞ്ഞാൽ കേട്ട് ജസൽ ഓടി വന്ന് ആ മീനിനെ അതിൽ നിന്ന് റിലീസ് ചെയ്തു. പോവാ നമ്മുടെ ഈ തോടെന്ന് പറഞ്ഞാൽ റോഡിൻ്റെ അരികിലായിട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ വണ്ടി ആ സൈഡിൽ ഒതുക്കി വെച്ചിട്ട് നമ്മളിങ്ങനെ ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുമ്പോൾ പോകുന്നവരൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്നും ശ്രദ്ധിക്കാതെ ചെയ്യുന്ന പണിയിൽ മുഴുകിയിരിക്കുകയാണ് ജസലാണെങ്കിൽ ചൂണ്ടയിൽ നമ്മുടെ മണ്ണിരയെ കോർക്കുവാണ്. കാസ്റ്റ് ചെയ്തിട്ട് ജസൽ ക്ഷമയോടുകൂടി നോക്കിയിരിക്കുകയാണ് കേട്ടോ. എപ്പോഴാണ് മീൻ അടിക്കുന്നത് അപ്പോഴത്തേക്കും ഹുക്കപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യാണ്. മീന് ഫീഡ് എടുക്കാൻ വേണ്ടി നമ്മൾ കട്ട വെയിറ്റിങ്ങിലാണ് കേട്ടോ. സംസാരം കേട്ടാൽ മീൻ എടുക്കത്തില്ലെന്ന് പറഞ്ഞ് കഴിഞ്ഞില്ല, ഉടനെ തന്നെ ജസലിൻ്റെ ചൂണ്ടയിൽ മീനടിച്ച് വലിച്ച് കരക്ക് കിട്ടുന്നതിന് മുന്നേ അവൻ വഴുതി വെള്ളത്തിലോട്ട് തന്നെ പോയി. അടുപ്പിച്ചടുപ്പിച്ച് ജോൽസിനേക്കും ജസലിനും മീനടിച്ചു കേട്ടോ. കൈ പൊള്ളിക്കരുത്. ജസലിനടിച്ചാണെങ്കിൽ നല്ല വലിപ്പമുള്ള ഒരു കരികണ്ണിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ കരികണ്ണിയെ കാണുന്നത്. ഏകദേശം ജസലിൻ്റെ കൈവെള്ളയേക്കാൾ വലിപ്പം ഉള്ള കരികണ്ണിയാണ് കിട്ടിയത്.
കരികണ്ണീനെ അട്രാക്റ്റ് ചെയ്യാൻ മണ്ണിരയേക്കാൾ നല്ലൊരു ഫീഡിങ് വേറെ ഇല്ലെന്ന് തോന്നുന്നു. മണ്ണിര ഇട്ടപ്പോഴാണ് നമുക്ക് പെട്ടെന്ന് കരികണ്ണിയെ കിട്ടിയത്. മണ്ണിര ഹുക്കിൽ കോർക്കുമ്പോൾ കുറച്ച് നീളത്തിൽ വീഴാൻ നമ്മൾ ശ്രദ്ധിക്കണം. മണ്ണിര വെള്ളത്തിൽ കിടന്ന് ഇളകുമ്പോൾ പെട്ടെന്ന് ഇവരെ ആകർഷിക്കുകയും ഇവർ വന്ന് ഫീഡ് എടുക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള മീനെ കിട്ടിയിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചൂണ്ട സ്റ്റോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ സമയത്താണ് ജോൾസിൻ്റെ ചൂണ്ടയിൽ ഒരു വരാലിനെ അടിച്ചത്. വരാലിനെ അടിച്ച് നമ്മൾ കരക്കിട്ടപ്പോഴും നമ്മൾ അത് കരികണ്ണിയാണെന്നാണ് വിചാരിച്ചത്. പിന്നെയാണ് നമുക്ക് മനസ്സിലായത് അത് വരാലാണെന്ന്. ജോസിൻ്റെ ഫസ്റ്റ് ചൂണ്ടയിൽ ജോസ് തന്നെയാണ് സ്കോർ എടുത്തത് കേട്ടോ. ജോൾസിനാണെങ്കിൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയായിരുന്നേ. എനിക്ക് വരാലിനെ കിട്ടിയെന്ന് ജോൾസിനെ ഉറക്കെ വിളിച്ച് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നേ. ഈ സന്തോഷം ജോൾസിൻ്റെ ഡാഡിനോട് പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്യണമെന്നും പറഞ്ഞ് ജോൾസിനെ നമുക്ക് വീട്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞ് വാശി പിടിക്കായിരുന്നേ. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ചൂണ്ടയിടൽ അവസാനിപ്പിച്ചു കേട്ടോ. എന്തായാലും നമുക്ക് ആവശ്യത്തിനുള്ള മീനെ കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി ഏതെങ്കിലും ദിവസം വന്ന് വീണ്ടും ചൂണ്ടയിടാമെന്ന് പറഞ്ഞു. ഓക്കെ എന്ന് ഞാനും പറഞ്ഞ് ഇവരെ വീട്ടിലോട്ട് കൊണ്ടുപോകുന്നു കേട്ടോ. അപ്പം നമ്മൾ ചൂണ്ടയിട്ട് പിടിച്ചുകൊണ്ടിരുന്ന മീനുകളാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു വരാലും പിന്നെ ബാക്കിയുള്ളതൊക്കെ കരികണ്ണിയാണ്. അപ്പോൾ നമ്മൾ ഇവയൊക്കെ കുറച്ച് നേരത്തേക്ക് വെള്ളം ഒഴിച്ചിടുവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കരികണ്ണിനെ നമ്മൾ കറി വെക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷെ ബ്രാലിനെ നമ്മുടെ കിണറ്റിലോട്ട് ഇടും കേട്ടോ. ഏറ്റവും വലിയ കരികണ്ണി വെള്ളം ഒഴിച്ചു കൊടുക്കും. ഒരാൾ ചവിട്ടി പിടിച്ചായിരുന്നല്ലോ, അതാണ് ചത്തുപോയത്. ഇത്ര നേരമായില്ലേ? പൾസ് കൊടുക്കണോ? അജേസർ എടുക്കുമോ? തുറക്കണം. ജീവനുണ്ടോ? ഒരാൾ ചത്തുകയല്ലേ, ബാക്കിയെല്ലാം ജീവനുണ്ട്. നമ്മൾ പിടിച്ച 2 പേര് ഡെഡായല്ലേ? അപ്പോൾ ഫസ്റ്റ് പിടിച്ചതായിരിക്കും അല്ലേ? അത് ചവിട്ടി എടുത്തില്ലേ, അപ്പോൾ പറ്റിയതായിരിക്കും. ആണോ? ആ ഫസ്റ്റ് പിടിച്ചതാണ്. കുറേ നേരമായില്ലേ കൂടെ ഇരുന്ന, ചൂടുമല്ലേ? അങ്ങോട്ട്